ബൈനോക്കൽ ടോക്സിന്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇതിന്റെ പേര് ഇലപ്പള്ളി വെള്ളച്ചാട്ടം കേട്ടോ. ഇത് മൂലമറ്റത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ, അതായത് വാഗമണ്ണ് പോകുന്ന വഴിക്ക് 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചാണ്, ഇത് ഇച്ചിരി അപകടം പിടിച്ച വെള്ളച്ചാട്ടമാണ്. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല ഇപ്പം വെള്ളം കുറവാട്ടോ. നല്ല വെള്ളമുള്ള സമയത്ത് നല്ല ഭംഗിയാണ് അവിടുത്തെ അയൽവക്കത്തെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടോ. അവർ പറയുകയും ചെയ്തു, ഒരു എന്തെങ്കിലും സർക്കാരിൻ്റെ ഒരു ഇടപെടലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നടപ്പാത പോലൊക്കെ കെട്ടി ഇത്തിരി ഭംഗിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണെന്ന് പറഞ്ഞു. ഇത് ഇച്ചിരി സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് അവർ പറഞ്ഞത്. നമ്മളെന്തായാലും ഇറങ്ങി അവിടെ കുറച്ച് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചാൽ എന്താ പറഞ്ഞാൽ ആ റോഡിൽ തന്നെ. ഇതാ എവിടുന്ന് വന്ന ഏതോ പുറം രാജ്യത്ത് വന്ന കേട്ടോ. അവർ വണ്ടി ഓടിച്ചവിടെ റീൽ എടുക്കുന്നുണ്ട് റോഡിൽ. അവർ 2-3 പേരുണ്ട്. കാലൊക്കെ കുത്തി ഇവിടെ പുറയിൽ നിന്ന് റീൽ ചിത്രീകരിക്കുന്നുണ്ട്. അതേ സംവിധായകൻ നിൽക്കുന്നു. ഒരു 2-3 പേരുണ്ട് കേട്ടോ. ഒരു ടീം വേണ്ട പാറയുടെ അങ്ങേ അറ്റത്തുണ്ട്. ഇത് വേണ്ട അപ്പുറത്തോട്ട് ഒരെണ്ണം ചാടി പോന്നു, ഒരെണ്ണം തിരിച്ച് ഇതിലേ വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി രണ്ട് വഴിക്കാണ് തിരിച്ചിറങ്ങി വരുന്നത്. നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ഒരു 100 മീറ്റർ പൊക്കത്തിൽ കേട്ടോ വെള്ളം വരുന്നത്. നമ്മളത് നിർത്തിയ റോഡാണ് കേട്ടോ കാണുന്നത്. വാഗമണ്ണ് പോകാൻ എളുപ്പം ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വഴി വാഗമണ്ണ് പോകുന്നില്ല, നമ്മൾ ഉളുപ്പൂണിക്കാൻ വന്നത്. ഓഫ് റോഡുകാരുടെ തറവാടെന്ന് കാണാൻ പോവാം. പിന്നെ പാറപ്പുറത്ത് കയറുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് കയറാവുള്ളൂ. എല്ലാം അവനവൻ്റെ റിസ്ക്കാണ്. നല്ല കാറ്റടിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മേത്തോട്ട് വെള്ളം, ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ കണങ്ങളൊക്കെ വന്ന് വീഴുന്നുണ്ട്. നല്ല അതിൻ്റെ അടുത്തോട്ട് ഇരുന്നോറും നല്ല തണുപ്പ് കേട്ടോ. വെയിലറിയത്തേയില്ല. നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലും ആ കാറ്റത്ത് ആ വെള്ളത്തുള്ളി വരുന്നോണ്ടേ നല്ല ഭംഗിയാണ്. ആ പാറപ്പുറത്ത് ഏറ്റവും ഇങ്ങേറ്റത്തെ അപകടം കുറഞ്ഞ സ്ഥലമാണ്. അങ്ങോട്ട് നല്ല ചെരുവാണ്. ഞാൻ കയറി പോകുന്നേരം ഉണ്ടാവും. അതിപ്പം ചെറുതായിട്ട് മഴ പെയ്തതിൽ തന്നെ അവിടെ ഭയങ്കര വഴുക്കലാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും കയറിപ്പോയി ആരും ഉണ്ടടിച്ച് വീഴരുത് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗത്ത് മേളിൽ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ, നല്ല ചെരുവാണ്. നല്ല മനോഹരമായിട്ട് സുന്ദരമായ ഒരു അരുവി. എന്തോ ഈ മൂലമറ്റം പ്രദേശമുണ്ടല്ലോ, തൊടുപുഴ മൂലമറ്റം പ്രദേശത്ത് എന്തോരം വെള്ളച്ചാട്ടങ്ങളാണെന്നറിയോ. നമ്മളെല്ലാം പണ്ട് കേട്ടേക്കണമെന്നല്ലോ, തൊമ്മൻകുത്ത് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ആനച്ചാടി കുത്താതെ ഇതൊന്നും അല്ല. എത്ര നടക്കുന്നത് ഇപ്പം നമ്മൾ ഇത് കണ്ട ഇലപ്പള്ളി. ഇനി ഇതിനകത്ത് തന്നെ വേറൊന്നുണ്ട്, എടാടോ അങ്ങനെ ഒരു ചെറുതുകൊണ്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ പോയേക്കുന്നത് മാരിക്കുത്ത്, തേന്മാരിക്കുത്ത്. ഇനി നമ്മൾ പോകാൻ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കിടപ്പുണ്ട്. ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തെളിവുള്ളവഴേ പോകാവൂ. പിന്നെ അവിടുത്തെ ആൾക്കാരെയും കൊണ്ട് പോകാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2-3 വെള്ളച്ചാട്ടം കൂടെ പറഞ്ഞിട്ടുണ്ട്. നല്ല നമ്മൾ 2 ദിവസം തലേദിവസം ഒക്കെ 2 ദിവസം മഴയായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം അവിടെ 2 ചേട്ടന്മാരെ നമുക്ക് പരിചയമുണ്ട്. നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടൊക്കെയാണ് പോയെ. എന്ത് വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് തൊടുപുഴ മൂലമറ്റമൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങളുടെ മേഖലയാണ്. ഒന്നും പറയാനില്ല, എല്ലാം നല്ല മനോഹരമായ വെള്ളച്ചാട്ടം. ഇന്ന് വേറൊന്നില്ലായിരുന്നു, ഒരു കാര്യമില്ലായിരുന്നു, മാരിക്കുത്തെന്നും പറഞ്ഞു. ചുമ്മാ ഗൂഗിളിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടം വരെ വഴിയൊന്നുമില്ല. നിങ്ങൾ കണ്ടാണല്ലോ ആ വീഡിയോ നമ്മൾ ഇട്ടോ? ഇല്ലല്ലോ, മാരിക്കുത്ത് നമ്മൾ ഇട്ടോ? റീലല്ലേ ഇട്ടേക്കുന്നത് അല്ലേ? അങ്ങനെ കുറേ വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും വെള്ളച്ചാട്ടവും കാടും ഒക്കെ ഉള്ളൂ. ആ പാലത്തിൻ്റെ താഴ്വശം കേട്ടോ. അവിടെ അപ്പുറത്തെ വീട്ടുകാരെന്നൊന്നും അതിലൊരു കുഞ്ഞു ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തോ താഴെയൊക്കെ ആ വീടിൻ്റെ അതിലെ കൂടെ ഇറങ്ങിയാൽ താഴെ ഇറങ്ങാം. നമ്മൾ പോയില്ല. പക്ഷെ നല്ല ഇത്രയും ഭാഗം ഉള്ളെന്നുണ്ടെങ്കിൽ ഈ കാണാൻ അത്രയും ഭാഗം നല്ല മനോഹരം കേട്ടോ. അപ്പോൾ ഈ ആ വഴി യാത്ര ചെയ്യുന്നവർ ഒന്നിറങ്ങി കാണുക കേട്ടോ. നമ്മൾ ഞങ്ങളുടെ ഇതിനടി കമൻറ്റ് പഠിക്കണേ, അഭിപ്രായം പറയണേ.